സുഹ ഓടിപ്പോവാണ്. ഹേസുങ്ങിനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ട്രാക്കിംഗ് ആപ്പ് എടുത്ത് നോക്കാമെന്നോർത്ത് നോക്കുമ്പോൾ അവൾ വീടെത്താറായോ? ലോയർ ചായും ഹേസുങ്ങും കൂടി മഴയത്ത് കുടയും ചൂടി നടന്നു പോവാണ്. അവർ നാളത്തെ ട്വിൻ കേസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ലോയർ ചാ എന്തൊക്കെയോ പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഹേസുങ്ങ് ആലോചിക്കുവാണ്. ഇയാൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഗുഡ് ബൈ പറയുക? ഞാൻ ജസ്റ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? ഏയ് വേണ്ട, അല്ലെങ്കിൽ ഞാൻ കൈ വീശി ഗുഡ് ബൈ എന്ന് പറയാം. അല്ല, അത് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയി തോന്നും. ഞാൻ എന്താ പറയേണ്ടത്? സൂഹയും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരുവാണ്. അവൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട്. സ്വർണ്ണമുടിക്കാരിയാണ്. അവൾ ചോദിക്കും, നീ അന്ന് നിൻ്റെ ഫസ്റ്റ് ലവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഹേസുങ് അല്ലേ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നേ? നിനക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമല്ലേ? നിനക്കെന്താ ഭ്രാന്താണോ? അതൊരു പഴയ കഥയാണെന്ന് സൂഹ പറയും. പിന്നെന്തിനാ നീ അവളെ ഓർത്ത് ഇങ്ങനെ കൺസേൺ ചെയ്യുന്നേ? കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് അവളോടൊരു കടമുണ്ട്. എനിക്കെൻ്റെ കടം തീർക്കണം, എങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഓ അങ്ങനെയാണോ? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ വിളിച്ചേ? അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാനാണ് വിളിച്ചത്. സുഹ ചിരിച്ചുകൊണ്ട്, എനിക്കറിയാം, എല്ലാവർക്കും അതറിയാം. ഇതും പറഞ്ഞ് അവൻ മേലേക്ക് നോക്കുമ്പോഴാണ് ഹേസുങ്ങിനെയും ലോയർ ചായയും കാണുന്നത്. അവർ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് സൂഹയുടെ കയ്യിൽ നിന്ന് കുട താഴെ വീഴും. വിളിച്ചുകൊണ്ടിരുന്ന ഫോണും അവൻ അറിയാതെ തന്നെ താഴ്ത്തി പിടിക്കും. സ്വർണ്ണമുടിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന്. കുഴപ്പമില്ല, നീ എന്നെ തിരിച്ച് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നീ വേറൊരാളെ കാണുന്നതും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും അതെനിക്ക് സഹിക്കാനാവില്ല. അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചു പിടയുക. എൻ്റെ ഹൃദയം വയറ്റിലേക്ക് താണിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നേ. സത്യം പറഞ്ഞാൽ സൂഹയുടെ അവസ്ഥയാണ് ഇപ്പോൾ അത്. അവൻ്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ഒന്ന് നഷ്ടമായതുപോലെ. ഇപ്പോൾ ലോയർ ചാ സന്തോഷത്തോടെ ആടിപ്പാടി തിരിച്ചു പോവും. അയാൾ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ആൻറ്റി, നിങ്ങൾ പറഞ്ഞ ബ്ലൈൻഡ് ഡേറ്റ് ഇല്ലേ, അതിനി വേണ്ട. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. ഹേസുങ്ങിൻ്റെ അമ്മയാണത്. അവർ പറയുവാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരേ ഒരു മോളായതുകൊണ്ട് എനിക്കവളെ നന്നായിട്ടറിയാം. അവൾ ശരിക്കും നല്ല സുന്ദരിയാണ്, വക്കീലും ആയിരുന്നു. നിൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും മാറുവാണെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ നിന്നെ വിട്ട് കളയുന്നില്ല എന്നും പറഞ്ഞ് അവർ ഫോൺ വയ്ക്കും. അടുത്തിരിക്കുന്ന ചേച്ചി അവരോട് ചോദിക്കും, ആരാ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകള്? ഹേസുങ്, നിങ്ങൾ ഫ്രണ്ടിൻ്റെ മകളെന്നല്ലേ പറഞ്ഞേ? ഞാൻ എൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞാൽ അവനൊരു ഭാരമായി തോന്നി അവളെ കാണാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? അതാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നേ. പക്ഷേ അതും പാളിപ്പോയി. നീ ഹേസുങ്ങിനോട് അത് ലോയർ ചായ ആണെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ആ പെണ്ണ് അതെങ്ങാനും പറഞ്ഞാൽ അവളുടെ സ്വഭാവം വെച്ച് സമ്മതിക്കില്ല. സുഹ മഴയും നനഞ്ഞ് വീട്ടിലേക്ക് കയറി വരും. ഹേസുങ് ചോദിക്കുവാണ്, നീ വന്നോ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞ്? എന്നെ പിക്ക് ചെയ്യാൻ നീ വരുന്നാ ഞാൻ വിചാരിച്ച്. അവനെ കണ്ടിട്ട്, ഇതെന്താ നനഞ്ഞു കുതിർന്നിരിക്കുന്നേ? കൂടെ എടുത്തില്ലായിരുന്നോ? സുഹ ഒന്നും മിണ്ടില്ല. റൂമിൽ കയറി വാതിലടയ്ക്കും. ഹേസുങ് പിന്നെയും പറയുവാണ്, ഞാൻ കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാ, നിനക്ക് വേണ്ടേ? വേഗം ഡ്രസ്സ് മാറ്, അല്ലെങ്കിൽ പനി പിടിക്കും. ആ ഡ്രോയറിലുള്ള എൻ്റെ മിക്കി മൗസ് ഷർട്ട് എടുത്തിട്ടോ. പിന്നെ നാളെ 2 മണിക്ക് നിനക്ക് കോടതിയിൽ വരാൻ പറ്റുമോ? എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. അവർ ട്വിൻസാണ്. അവരൊരു സ്റ്റോറിൽ പോയി മോഷ്ടിച്ചു. ഓണർ കണ്ടപ്പോൾ അതിലൊരുത്തൻ അയാളെ കുത്തി, മറ്റവനാണെങ്കിൽ തടയാൻ ശ്രമിച്ചു. രണ്ടുപേരും ഒരേപോലെ ആയതുകൊണ്ട് ആരാണ് കില്ലർ, ആരാണ് തടയാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഉപ്പെന്തേ? അവളിപ്പോൾ ഉപ്പെടുക്കാൻ നോക്കുവാണ്. അതുകൊണ്ട് നീ നാളെ കോടതിയിൽ വന്ന് ആരാണ് കുറ്റവാളിയെന്ന് കണ്ടുപിടിക്കണം. അവർ തടവിലല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിനക്ക് വരായിരുന്നു. ഇതിപ്പോൾ ജയിലിലായതുകൊണ്ട് കോടതി വെച്ചേ നിനക്ക് അവരെ കാണാൻ പറ്റൂ. സുഹ വന്നിട്ട് ഉപ്പിൻ്റെ പാത്രം എടുത്ത് കുറച്ചുകൂടെ മുകളിൽ വെക്കും. നീ എന്തായി ചെയ്യുന്നേ? ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? ഞാനും നിന്നെ വിളിച്ചായിരുന്നു, നീ ഫോൺ എടുത്തില്ല. എനിക്ക് നിൻ്റെ പാൻ കേക്ക് ഒന്നും വേണ്ട. പിന്നെ നാളെ എനിക്ക് തിരക്കാം, കോടതിയിലൊന്നും വരാൻ പറ്റില്ല. ഇതും പറഞ്ഞ് അവൻ പോവും. ഇവൻ ഇതെന്ത് പറ്റി? അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശരിയാ, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്നായി മിൻകുക്കാണെങ്കിൽ സാധനം എല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരും അങ്ങോട്ട് വരും. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അവർ പറയും. അതിരിക്കട്ടെ, നീ എവിടെയെങ്കിലും പോവുകയാണോ? അതെ, ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് എന്നെ അടിച്ച ആ കുട്ടിയെ അറിയില്ലേ, സൂഹ? 10 വർഷം മുമ്പ് ഞാൻ അവനോടൊരു തെറ്റ് ചെയ്തു. ഞാൻ അവൻ്റെ അടുത്തില്ലാതിരിക്കുന്നതായിരിക്കും അവന് സന്തോഷം. എങ്ങോട്ടാ പോകുന്നതെന്ന് തീരുമാനിച്ചോ? എന്നെപ്പോലെ ഒരാൾക്ക് ജോലി തരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ പോയി എനിക്കിനി നന്നായിട്ട് ജീവിക്കണം. അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? അതൊന്നുമില്ല. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് അയാൾ പോവും. നമ്മൾ എത്ര ഇന്നസെൻ്റ് ആയ ആളെയാണ് പറഞ്ഞയക്കുന്നതെന്ന് പോലീസുകാർ പറയും. ആ ഹേസുങ്ങിൻ്റെ സെൽഫോൺ കേസിൻ്റെ കാര്യം ഇനി എന്ത് ചെയ്യും? ഒന്നും മിസ്സിങ് അല്ലെന്നല്ലേ പറഞ്ഞേ, അത് ക്ലോസ് ചെയ്തേക്ക്. ഹേസുങ് റൂമിൽ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒട്ടിച്ചു വെച്ചൊരു പോസ്റ്റർ കാണില്ല. ഇതെവിടെ പോയെന്നും പറഞ്ഞ് അവൾ അവിടെയെല്ലാം നോക്കും. ഇതേസമയം കില്ലർ പോവാണ്. അയാളുടെ ഉണ്ട് ആ പോസ്റ്ററും ഹേസുങ്ങിൻ്റെയും അമ്മയുടെയും ഒരു ഫോട്ടോയും. ഇപ്പോൾ ഹേസുങ് സൂഹയുടെ റൂമിന് പുറത്ത് നിന്ന് പറയുവാണ്, നിനക്കിപ്പോഴും ദേഷ്യമാണോ? ഓക്കെ, നമ്മൾ രണ്ടുപേരും തെറ്റുകാരാ, മതിയോ? അതുകൊണ്ട് നീ ഇന്ന് കോടതിയിൽ വരണം കേട്ടോ. നീ സഹായിച്ചുകൊണ്ട് എനിക്ക് ലാസ്റ്റ് കേസ് വിജയിക്കാൻ കഴിഞ്ഞേ. ഇപ്രാവശ്യം നീ എൻ്റെ കൂടെ നിൽക്കണം. നീ കേൾക്കുന്നുണ്ടോ? നിൻ്റെ കണ്ണിലേക്ക് നോക്കിയാലേ എനിക്ക് ധൈര്യം കിട്ടുള്ളൂ. എനിക്ക് നിന്നെ വേണം.
അവൾ തന്നെ അയ്യോ എനിക്ക് ഭ്രാന്താ, ഞാനിത് നക്കി പറയുന്നേ, ആ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു, നീ കേട്ടിട്ടില്ലെന്ന് വെച്ചോ. ഇതും പറഞ്ഞ് അവൾ റൂമിൻ്റെ ഡോറ് പോയി തുറക്കും. അവിടെ ആരുമില്ല. അവൾ വീടിന് പുറത്തേക്ക് വരുമ്പോൾ സൂഹ അവിടെ നിൽപ്പുണ്ട്. ഓ, നീ എന്നെ പേടിപ്പിച്ചല്ലോ. ഞാനിപ്പോൾ പറഞ്ഞതെങ്ങാനും നീ കേട്ടായിരുന്നോ? എന്ത്? ഇല്ല, ഒന്നുമില്ല. നിനക്കിന്ന് കോടതിയിൽ വരാൻ കഴിയില്ലേ? ഇല്ലയെന്ന് പറഞ്ഞ് അവൻ പോവും. പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ പുറകെ ഓടിച്ചില്ലും. അവർ വീടിന് പുറത്തെത്തിയപ്പോൾ പോലീസുകാരും വന്നിട്ടുണ്ടാവും. നിങ്ങളിനി അനാവശ്യമായി മിൻകുക്കിനെ ഓർത്ത് പേടിക്കേണ്ട, അയാൾ ഇവിടം വിട്ടു പോയി. എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ ചോദിച്ചോ? അവൻ്റെ അഡ്രസ്സോ? ടെൻഷൻ അടിക്കുന്നത് നിർത്ത്. നിങ്ങൾ രണ്ടുപേരെയും ഒഴിവാക്കാനായിട്ട് അയാൾ ദൂരെ പോയി താമസിക്കുന്നത്. അയാളെക്കുറിച്ച് മറന്ന് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുക. അയാൾ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. എന്താ ഇത്ര വിഷമിക്കാനിരിക്കുന്നതെന്ന് പറഞ്ഞ് സൂഹ തട്ടിക്കയറാൻ ഒരുങ്ങുമ്പോൾ ഹേസുങ് അവനെ തടഞ്ഞിട്ട് താങ്ക് യു, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് പോവും. ഓഫീസിൽ ചോയ് പട്ടിക്കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഹേസുങ് അമ്മയും ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നത്. ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം പറയാനാണോ പിന്നെയും വിളിച്ചത്? നീയല്ലേ പറഞ്ഞത് അയാളെ കാണാൻ പോവാന്ന്? ഞാനോ? എന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ലോയുമായിട്ട് മാരേജ് ചെയ്താൽ മതിയെന്ന്. ഞാൻ എൻ്റെ റൈറ്റ് മാച്ചിനെ ഇവിടുന്ന് കണ്ടെത്തുമായിരിക്കും. നിനക്കെന്താ, ആരെങ്കിലും ഇഷ്ടമാണോ? അല്ല, അങ്ങനെയല്ല. ജോലി സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ ഒരു നല്ല മനുഷ്യനെ കണ്ടെത്തും. അതുകൊണ്ട് ആ സെവൻ ഓണറിൻ്റെ കാര്യം അമ്മ തന്നെ നോക്കിക്കോ. നീ എൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുവാണല്ലോടി. അതിന് ഞാനെന്താ ചെയ്തേ? നീയോ? നീ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നേ. ഞാൻ ഫോൺ വെക്കുക. ഹോ, കൂൾ ഡൗൺ കൂൾ ഡൗൺ. എനിക്ക് കുറേ കാലം ജീവിക്കാനുള്ളതാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്ലാൻ ഇങ്ങനെ വിട്ട് കളയണോ എന്നോർത്ത് അവർ വിഷമിക്കും. ഇപ്പോഴാണ് മിൻകുക്ക് ആ ഷോപ്പിന് മുൻപിൽ വരുന്നത്. അയാളുടെ കയ്യിൽ ആ പോസ്റ്ററും ഉണ്ട്. അയാൾ ഗൂഢമായി ചിരിക്കും. എന്നിട്ട് ആ ഷോപ്പിനുള്ളിലേക്ക് കയറി വരും. ഹലോ, നിങ്ങൾ സഹായത്തിന് ആളെ എടുക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞാൻ വന്നതാ. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ആ, ഗിൽഡോങ് അല്ലേ? അതേന്ന് പറഞ്ഞ് അയാൾ പാവത്താനെ പോലെ നിൽക്കും. കോടതിയിൽ ലിഫ്റ്റ് അടയാൻ ഒരുങ്ങുമ്പോൾ ഹേസുങ് വന്ന് അതിൽ കൈയിടും. ഉള്ളിലുള്ള ഡോഹിനാവട്ടെ ക്ലോസ് ആവാൻ വേണ്ടി ബട്ടൺ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹേസുങ് എങ്ങനെയൊക്കെയോ അതിൽ വലിഞ്ഞു കയറും. ഞാൻ വരുന്ന കണ്ടുകൊണ്ട് നീ മനഃപൂർവ്വം വാതിലടച്ചതല്ലേ? അല്ല, ഞാനൊന്നും കണ്ടില്ല നിന്നെ. നിനക്ക് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇന്ന് നിന്നെ കോടതിയിൽ ചതച്ചരയ്ക്കും. കാത്തിരുന്നു. നീ ഇതുപോലെ ഇതിനു മുൻപത്തെ 2 പേര് ചേർന്നുള്ള മർഡർ കേസുകൾ വായിച്ചിട്ടെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അവൾ കുറേ കേസിൻ്റെ പേര് പറഞ്ഞ് ഞാൻ അതെല്ലാം പഠിച്ചിട്ടാണ് വന്നതെന്ന് പറയും. 2010 ഫാർമസിസ്റ്റിൻ്റെ കൊലപാതക കേസും ഇതുപോലെ തന്നെയാണ്. 2 ബ്രദേഴ്സ് കുറ്റം ചെയ്തു. അവർ 2 പേരും അത് നിഷേധിച്ചു. പക്ഷേ അവർക്ക് 2 പേർക്കും 15 വർഷം തടവ് ശിക്ഷ കിട്ടി. ആ ജഡ്ജ് ഒരു സൈക്കോ ആയിരുന്നിരിക്കും. ഡോഹൻ ചിരിച്ചുകൊണ്ട്, നീ ആ ജഡ്ജിൻ്റെ പേര് കണ്ടായിരുന്നോ? ജഡ്ജ് കിം. ഇന്നത്തെ കേസിൻ്റെ അതേ ജഡ്ജ്. ലോയർ ചായും ഹേസുങ്ങും കൂടെ പരിശോധിക്കുവാണ്. അവൾ പറഞ്ഞത് ശരിയാ, അത് ജഡ്ജ് കിം തന്നെയാണ്. ഇന്നത്തെ കേസും അങ്ങനെ ആവുമോ? ഹേസുങ്ങിന് ടെൻഷനായി. ആർക്കറിയാം. അപ്പോഴാണ് കുറച്ച് സ്കൂൾ കുട്ടികളും ടീച്ചറും അങ്ങോട്ട് വരുന്നത്. അവർ ഈ കേസ് കാണാൻ വേണ്ടി വന്നതാണ്. ഇവരെ കണ്ടപ്പോൾ ഹേസുങ്ങിനൊരു ഐഡിയ തോന്നും. ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ നിങ്ങളും ഓർക്കുന്നതെന്ന് അവൾ ചായയോട് ചോദിക്കും. പിടി കിട്ടിയെന്നും പറഞ്ഞ് അയാൾ അവളുടെ കവിളിൽ പിടിക്കും. ജഡ്ജ് കിമ്മും കൂടെയുള്ളവരും കേസ് കേൾക്കാൻ പോവാണ്. ഇതൊരു കുഴപ്പം പിടിച്ച കേസാണെന്ന് കൂടെയുള്ളയാൾ പറയും. ജഡ്ജ് കിമ്മാണെങ്കിൽ നമുക്കിത് വേഗം തീർത്തിട്ട് ഡിന്നർ കഴിക്കാൻ പോവാം. സ്ട്രീറ്റിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. അവർ കോടതി മുറിയിലേക്ക് വരുമ്പോൾ കുട്ടികളെല്ലാം ജഡ്ജിനെ നോക്ക്, അയാൾ എന്ത് കൂളാന്ന് പറയും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ജഡ്ജ് കുട്ടികളെല്ലാം കണ്ട് നല്ല സ്റ്റൈലായിട്ട് ഇരിക്കും. കുട്ടികൾ പിന്നെയും ഹോ, ഇയാളൊരു സംഭവം തന്നെയെന്ന് പറയും. ജഡ്ജിന് സന്തോഷമാവും. പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് കേസ് വിവരിക്കും. ഹേസുങ്ങിൻ്റെ കക്ഷി കത്തിയെടുത്ത് വിക്ടിമിനെ കുത്തി. മറ്റവൻ അവനെ തടയാൻ ശ്രമിച്ചു എന്നത് സത്യം തന്നെയാണ്. എങ്കിലും അവൻ്റെ കയ്യിൽ കത്തിയുണ്ടെന്ന് ഇവനും അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവർ 2 പേരും ഈ കേസിലെ കുറ്റക്കാരാണ്. ഇപ്പോൾ സൂഹ അങ്ങോട്ട് വരും. ഹേസുങ്ങിന് സന്തോഷമാവും. ഹേസുങ്ങിനോട് സംസാരിക്കാൻ ജഡ്ജി ആവശ്യപ്പെടും. അവൾ എഴുന്നേറ്റ് നിന്ന് എൻ്റെ കക്ഷി കുറ്റമല്ല നിഷേധിക്കുന്നുവെന്ന് പറയും. അവൻ വിക്ടിമിനെ കുത്തിയിട്ടില്ല. അത് മാത്രമല്ല, മറ്റവൻ്റെ കയ്യിൽ കത്തിയുണ്ടെന്ന് അവൻ അറിയുകയില്ലായിരുന്നു. ഇത് കേട്ടത് മറ്റവൻ ദേഷ്യപ്പെട്ട് എഴുന്നേക്കും. നീയല്ലേ അവനെ കുത്തിയത്? ഞാൻ നിന്നെ തടയാൻ ശ്രമിച്ചു, എന്നിട്ട് കോടതിയിൽ വന്ന് നുണ പറയുന്നു. ലോയർ ചാ അവനെ പിടിച്ചിരുത്തും. ജഡ്ജാണെങ്കിൽ ആളാവാൻ വേണ്ടി മിണ്ടാതിരുന്നോ, ഇനി നീ ബഹളം വെച്ചാൽ നിന്നെ ചവിട്ടി പുറത്താക്കും. പിള്ളേർ ഇതെല്ലാം കണ്ട് വാവ് എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും. ഹേസുങ്ങ് സൂഹയെ നോക്കി ഞാൻ അറിയാത്ത എന്തെങ്കിലും തെളിവ് പ്രോസിക്യൂട്ടറുടെ കയ്യിലുണ്ടോ എന്ന് ചിന്തിക്കും. സൂഹ ഇല്ല എന്ന് തലയാട്ടും. ഹേസുങ്ങ് വീണ്ടും പറയും, ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് ആരാണ് കൊലയാളി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് 2 പേരെയും ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇപ്പോൾ ലോയർ ചായാണ്. കത്തി കൈവശം വെച്ചതുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ ഇവർ 2 പേർക്കെതിരെയും കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർ 2 പേരും മറ്റേ ആളുടെ കയ്യിൽ കത്തിയുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. ഒരാൾ സത്യവും ഒരാൾ നുണയുമാണ് പറയുന്നത്. സത്യം പറയുന്ന ആളെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുന്നത് ശരിയല്ല. അത് സംഭവിക്കുന്നത് തടയുന്നത് കോടതിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി നീതി കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജഡ്ജിയാണെങ്കിൽ കുട്ടികളെ നോക്കി ആൾ കളിക്കാൻ വേണ്ടി വിധി പറയും. അവരെ 2 പേരെയും കുറ്റക്കാരാക്കുന്നത് തെറ്റായ കാര്യമാണ്.
ഈ കേസ് കൊലപാതകവും മോഷണവും എന്ന് രണ്ടായി മാറ്റിയതിനു ശേഷം അടുത്ത ഹിയറിങ്ങിൽ നമുക്ക് ബാക്കി വാദം കേൾക്കാം. ജഡ്ജി കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി വിശദീകരിച്ചു കൊടുക്കും. ഹേസുങ്ങും ലോയർ ചായും വിജയഭാവത്തിലാണ്. സുഹ മാറി മാറി ആ രണ്ട് ടിൻസിനെയും നോക്കും. സുഹയുടെ പുറകിലായി വിഷമത്തോടെ ഒരു സ്ത്രീ ഇരിക്കുന്നതും കാണാം. കോടതിക്ക് പുറത്ത് ഹേസിങ് ലോയർ ചായയുടെ പുറകെ ഓടി വരും. നമ്മൾ ഫസ്റ്റ് റൗണ്ട് വിജയിച്ച സ്ഥിതിക്ക് സെക്കൻഡ് റൗണ്ട് ഡിസ്കസ് ചെയ്യണ്ടേ? അത് നമ്മൾ സെപ്പറേറ്റായി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് പ്രോസിക്യൂട്ടറോടുള്ള ഫൈറ്റ് അല്ല, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ്. നിനക്ക് യൂസ്ഫുൾ ആയ എവിഡൻസ് എനിക്ക് ദോഷമായേക്കാം. എങ്കിൽ ശരി, ഞാൻ പോവാ, എനിക്കൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ പോവും. ഹേസിങ് പോകുമ്പോൾ ഡോഹുനിനെ കാണും. നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയുമോ? ആരാ കുത്തിയതെന്നും ആരാ തടയാൻ ശ്രമിച്ചതെന്നും കണ്ടെത്താൻ ഒരു തെളിവുമില്ല. എനിക്കറിയാം. നിനക്കറിയുമോ? അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞ് വെറുതെ വിടും. പക്ഷേ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അവർ രണ്ടുപേരും ജയിലിലാവും. സുഹ പുറകിൽ വരുന്നുണ്ട്. 10 കുറ്റവാളി നഷ്ടപ്പെട്ടാലും ഒരൊറ്റ നിരപരാധി പോലും ശിക്ഷ അനുഭവിക്കരുത്. നീ ഇത് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് അവൾ മനസ്സിൽ ഓസം ഹേസുങ് എന്ന് പറഞ്ഞ് സ്റ്റൈലായി തിരിഞ്ഞു നോക്കുമ്പോഴാണ് സൂഹയെ കാണുന്നത്. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവനെ കൂട്ടിക്കൊണ്ടു പോകും. ഇപ്പോൾ 2 ടിൻസിനെയും മറ്റ് പ്രതികളെയും എല്ലാം കൂടി പോലീസുകാർ ബസ്സിൽ കയറ്റി തിരിച്ചു കൊണ്ടുപോവുകയാണ്. നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് സൂഹ ചോദിക്കും. അതെന്താ? കാരണം ഞാൻ ശരിയും പ്രോസിക്യൂട്ടർ തെറ്റുമാണ്. നീ തെറ്റും അവൾ ശരിയും ആണെങ്കിലോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? നീ തെറ്റും അവൾ ശരിയുമാണ്. ഇപ്പോൾ ബസ്സിൽ ഇവന്മാർ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കി ചിരിക്കുന്നത് കാണാം. ഞാനിങ്ങനെയാണ് തെറ്റാവുന്നേ? ആ ടിൻസ് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ഹേസിങ്ങിന് പെട്ടെന്ന് ഷോക്കായി താഴെ വീഴുന്നത് പോലെയാവും. സുഹ അവളെ പിടിച്ചു നിർത്തും. ഇവിടെ വെച്ച് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.